കുറേ പേരും മറ്റുള്ളവരെന്ത് പറയുമെന്ന് ആലോചിച്ചിട്ടാണ് ഇതുവരെ തുടങ്ങാത്തത്. പക്ഷെ നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരുന്നതിനാൽ നിങ്ങളുടെ ടൈം പോണേണ്, നിങ്ങളുടെ പാഷൻ പോണേണ്. നിങ്ങളുടെ പാഷൻ ഒരിക്കലും കളയരുത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തോ. പാഷൻ നമ്മൾ ചെയ്ത് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കളിയാക്കാൻ ഒന്നല്ല 100 ആൾക്കാരുണ്ടാവും. പക്ഷെ 1000 ആൾക്കാർ നമുക്ക് വേണ്ടി കൈയടിക്കണം നമ്മൾ കാണില്ല. നമ്മൾ ഈ നെഗറ്റീവ്സ് മാത്രമേ നമ്മൾ മെയിനായിട്ട് എടുത്ത് ഇതാക്കുള്ളൂ. ഒരു ഷൂട്ടിന് പോയപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര കളിയാക്കലും ഇതൊക്കെയായിരുന്നു. ലൈക്ക് റോട്ടിൽ പോണ പിള്ളേര് ഇതാ റീൽസ് എടുത്ത് നടക്കണവനല്ലേ അയ്യേ പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇതാക്കലായിരുന്നു. അന്നുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ, അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ ടൈമാണ് എന്നെ ഒരു കോളേജിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. ഇപ്പോഴും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് കേറിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും എൻ്റെ ഒരു പാഷൻ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവാന്നുള്ളത്. ചില ആൾക്കാർ നിർത്തിക്കളയും, മില്യൺസ് ഒന്നും അടിച്ചില്ലെങ്കിൽ എൻ്റെ വീഡിയോ 5000 പേരെ കാണുന്നുള്ളൂ, 6000 പേരെ കാണുന്നുള്ളൂ. പക്ഷെ അതൊരു ഓഡിയൻസ് ആണ്. അത് നമ്മൾ ബൂസ്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതാണ്. നമ്മൾ ഇത്രയും പാഷൻ 5000 പേര് കണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതൊരു ബിഗ് ഡീലാണ്. സുഹൃത്ത് ലൈഫിൽ ഉണ്ടാവുന്നത് നിങ്ങൾ ആൺകുട്ടികൾക്ക് എങ്ങനെയാ? സന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സിസ്റ്ററിനെ പോലെയാണ്. അതായത് ഞാൻ സനാട്ട പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്നും ടെക്സ്റ്റ് ചെയ്തിരിക്കണമെന്നില്ല. ഞാൻ സനാട്ട പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് പാതിരാത്രി ആണെങ്കിലും വിളിച്ചോ, ഞാൻ എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കാം. എപ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ വരാറില്ല. സീരിയസ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയും, ഈ ഒരു അല്ലറ ചില്ലറ കേസിനൊന്നും വിളിക്കണ്ട, എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ വിളിച്ചോ, അത് വേണമെങ്കിൽ നമുക്ക് പരിഹരിച്ചെടുക്കാന്ന് പറയും. ആ ഒരു ഇതില് ഇപ്പത്തെ ജെൻസി പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത വൈബ് ഹൈലൈറ്റ് ആണ്. ശരിക്കും തന്ത വൈബ് റിയൽ ആണ്. മാതാപിതാക്കൾ പറയണ കാര്യങ്ങളൊക്കെ ശരിക്കും സത്യങ്ങളാണ്. ഞാൻ ഈ തുടങ്ങിയ ടൈമോട്ട് എനിക്ക് മനസ്സിലായതാണ്. രാത്രി ലേറ്റ് ആയിട്ട് വീട്ടിൽ കയറുമ്പോഴോ അവരെപ്പോഴും പറയും, നിങ്ങൾക്കൊരു മക്കള് വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ടെൻഷൻ മനസ്സിലാവുള്ളൂ എന്ന് അങ്ങനെ പറയും. വേറെ ആരും നമ്മുടെ കൂടെ ഒന്നില്ലെങ്കിലും നമ്മുടെ പാരന്റ്സ് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത് എന്ത് കാര്യത്തിലാണെങ്കിലും. ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് എന്താ ഒരു അഡ്വൈസ് കൊടുക്കാൻ? കാരണം ഇപ്പൊ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ തന്നെ. അപ്പൊ പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? കുറെ പേരും മറ്റുള്ളവരെന്ത് പറയുമെന്ന് ആലോചിച്ചിട്ടാണ് ഇതുവരെ തുടങ്ങാത്തത്. എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആൾക്കാര് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരുന്നതിനാൽ നിങ്ങളുടെ ടൈം പോണേണ്, നിങ്ങളുടെ അവിടുത്തെ ഒരു എന്താ പറയാ, നിങ്ങളുടെ പാഷൻ പോണേണ് കംപ്ലീറ്റ്ലി. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നോർത്ത് നിങ്ങളുടെ പാഷൻ ഒരിക്കലും കളയരുത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തോ. പാഷൻ നമ്മൾ ചെയ്ത് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കളിയാക്കാൻ ഒന്നല്ല 100 ആൾക്കാരുണ്ടാവും. പക്ഷെ 1000 ആൾക്കാർ നമുക്ക് വേണ്ടി കൈയടിക്കണം നമ്മൾ കാണില്ല. നമ്മൾ ഈ നെഗറ്റീവ്സ് മാത്രമേ നമ്മൾ മെയിനായിട്ട് എടുത്ത് ഇതാക്കുള്ളൂ. എനിക്ക് അങ്ങനത്തെ കുറെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ആ ടൈമാണ് എന്നെ ഒരു കോളേജിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നാളെ ഇപ്പൊ കോളേജിലേക്ക് പോണേണ്. ഇന്ന് രാത്രി എനിക്ക് കുറച്ച് അതായത് ഒരു ഷൂട്ടിന് പോയപ്പോ അവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര കളിയാക്കലും ഇതൊക്കെയായിരുന്നു. ലൈക്ക് റോട്ടിൽ പോണ പിള്ളേര് ഇതാ റീൽസ് എടുത്ത് നടക്കണവനല്ലേ അയ്യേ പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇതാക്കലായിരുന്നു. അന്നുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ, അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനിത് നിർത്തണോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച്. പക്ഷെ പിറ്റേന്ന് ആ കോളേജിലേക്ക് പോയപ്പോ കോളേജിലത്തെ പ്രിൻസിപ്പള് അവര് നമ്മളെ വെൽക്കം ചെയ്തത്, അതായത് ഞാനപ്പോ കോളേജിൽ പഠിക്കണായിരുന്നു, SH കോളേജിൽ. നമ്മുടെ പ്രിൻസിപ്പൾ തന്നെ നമ്മുടെ അടുത്തേക്ക് ഇത്രയും സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇതാക്കുമ്പോ ആ കിട്ടണ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളി ഫീൽ ആയിരുന്നു. അതെനിക്ക് ആർട്ട പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. ലൈക്ക് ആ ഒരു ഇതായിരുന്നു. കോളേജ് ചെയർമാൻ, അവിടുത്തെ എന്താ പറയാ കൗൺസിലർ എല്ലാരും ഉണ്ടായിരുന്നു. അതിന്റെ നടുക്ക് ഞാൻ ഫുൾ ഓഡിയൻസ് ആയിരുന്നു. ആ ഒരു ഇതുണ്ടല്ലോ, ഇത്രയും നാളെ ഞാൻ കഷ്ടപ്പെട്ടതിന്റെ ഒരു ചെറിയൊരു വിജയം. അതെ, ആ ഒരു ഇതായിരുന്നു. ആ പരിപാടിക്ക് ശേഷം കുറെ പേര് മെസ്സേജ് അയക്കാൻ തുടങ്ങി, പിന്നീന്ന് കുത്തിയ ആൾക്കാര്, എടാ കേറിയില്ലേ അതെ അങ്ങനെ ഭയങ്കര ഇത്. അതെ അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോണ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഡെയിലി വീഡിയോസ് ചെയ്യുമ്പോഴേ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു പ്രഷർ ഉണ്ടാവാറുണ്ടോ? ഒരു വീഡിയോ ഇട്ടു, ഇനി അടുത്ത് എന്തിടും, എന്ത് കോണ്ടന്റ് ഇടും, അത് വ്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രഷർ ഉണ്ടോ? ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോ ഓൾമോസ്റ്റ് ഓഡിയൻസ് കണ്ടു കഴിഞ്ഞ വീഡിയോസ്. അപ്പോഴും ഞാൻ സനാട്ട പറയണത്, ലൈക്ക് സന അഭിനയിക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴോ 100K അല്ലെങ്കിൽ ഒരു 1 മില്യൺ ആൾക്കാർ കാണുന്ന രീതിക്ക് ചെയ്തോ, സനാട് ഇതിൽ തന്നെ ചെയ്തോ. പക്ഷെ ഒരു 10K ആൾക്കാർ കണ്ടു കഴിഞ്ഞാലും ലൈക്ക് ഒരു 2-3 വീഡിയോസ് 1 മില്യൺ ആയി, പിന്നെ ബാക്കി 1 മില്യൺ ആവണോന്ന് നമുക്ക് ഉറപ്പില്ല. 10K ആണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ എടുക്കണത് 10K എന്ന് പറയുന്നത് 10,000 ആൾക്കാരാണ്. 10,000 എന്ന് പറഞ്ഞ ഒരു കല്യാണ ഹോളിൽ തന്നെ 2000-1000 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ
എത്ര 10,000 ഓഡിയൻസ് എന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു ബിഗ് ഡീലാണ് എനിക്ക് ഇപ്പോഴും. മില്യൺസ് അടിച്ചെന്ന് പറഞ്ഞിട്ട് ആ മില്യൺ തന്നെ വേണമെന്നില്ല. ഇപ്പോഴും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് ഇത് കേറിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും എന്റെ ഒരു പാഷൻ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവാന്നുള്ളത്. ചില ആൾക്കാർ നിർത്തിക്കളയും, മില്യൺസ് ഒന്നും അടിച്ചില്ലെങ്കിൽ ഈ എന്റെ വീഡിയോ 5,000 പേര് കാണുന്നുള്ളൂ, 6,000 പേര് കാണുന്നുള്ളൂ. പക്ഷെ അതൊരു ഓഡിയൻസ് ആണ്. അത് നമ്മള് ബൂസ്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതാണ്. നമ്മൾ ഇത്രയും പാഷൻ 5,000 പേര് കണ്ടെന്ന് പറയുമ്പോ തന്നെ അതൊരു ബിഗ് ഡീലാണ്. അപ്പോ അത് ഭയങ്കര ഇതാണ് ട്ടാ. ഞാൻ കൊറേ വട്ടം ഇങ്ങനെ വേണ്ട മതി ഇൻസ്റ്റയൊക്കെ കളയാ, ഡീആക്റ്റീവ്. എന്റെ ഒരു ഇതുണ്ട്, എന്തെങ്കിലുമൊക്കെ വരുമ്പോ അപ്പൊ തന്നെ സനാക്കൊരു പ്രശ്നം വന്നാ അപ്പൊ തന്നെ എടാ ഞാൻ ഇൻസ്റ്റയിൽ പോണേണ്. ഇതിപ്പോ ചിലപ്പോ റീലായിട്ട് വരും. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതെന്താ നിങ്ങളുടെ പ്രചോദനം? അതായത് വിഷമം വന്നാലും മാർക്ക് പറഞ്ഞാലും സിനിമയുടെ ഇമോഷണൽ ആയാലും ഞാൻ ഇൻസ്റ്റ കുറച്ച് അത് എന്ന് വെച്ചാ ബ്രേക്ക് എടുക്ക. എന്നാ ഞാനെന്നാ ഫോണൊന്നും എടുക്കാണ്ടിരിക്കാന്നില്ല, ഫോൺ എടുക്കും, ഇൻസ്റ്റ അങ്ങോട്ട് കളയാ. അത് ഇൻസ്റ്റയോട് മാത്രം ഇത്ര വാട്സാപ്പ് ഉപയോഗിക്കോ, ബാക്കിയുള്ള എല്ലാ ആപ്പ് ഉണ്ടാവും. ഇൻസ്റ്റഗ്രാം കാര്യത്തില് ചീത്ത പറയാത്ത ആരുമില്ല. മനസ്സിലായി, എന്തേലും വരുമ്പോ എന്തിനാണ് ഇട്ടെറിഞ്ഞു പോണത്? അങ്ങനത്തെ ഇൻസ്റ്റന്റ് കളയില്ലല്ലോ, വീണ്ടും തിരിച്ചു തന്നെ ഡാഷ്ബോർഡ് ഒക്കെ കുറയും. അങ്ങനെ അപ്പൊ ചിലപ്പോ അത്യാവശ്യം ഡാഷ്ബോർഡ് ഇരിക്കണ സമയമായിരിക്കും. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ വരും, മതി വേണ്ട ഇനി ഇൻസ്റ്റ അങ്ങോട്ട് കുറച്ചു നേരം. അപ്പൊ ഞാൻ എന്റെ മൈൻഡിൽ എന്താണെന്നറിയോ, ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പൊ അങ്ങനെയെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവട്ടെ അത്രയും കൊണ്ടിട്ടുണ്ട്, അതായത് അത്ര എഫക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ മനസ്സിലാക്കുന്ന പക്ഷെ ഞാൻ സനാട്ട പറഞ്ഞേക്കണത്, സന ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ പോലെ തിരിഞ്ഞു നോക്കൂല ആരും. ചിലപ്പോ സന അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാൻ നിക്കണേന്ന് ആരും നോക്കൂല. സന ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അതായത് ഇപ്പോ നമുക്കൊരു പണി കിട്ടിയെന്ന് വിചാരിക്കുക, പിറ്റേ ദിവസം ഒരു അടിപൊളി റീലെടുത്ത് അങ്ങോട്ട് ഉഷാറാക്കി ചെയ്താൽ മതി എന്നുള്ളൊരു സാധനം ഞാൻ പറയും. അപ്പൊ സന അങ്ങനെ ചെയ്യാല്ലേ, ഓക്കെ ഇങ്ങനെ പണ്ട് ഭയങ്കര സെൻസിറ്റീവ് എന്ന് പറയുമ്പോ ഇപ്പോഴും കുറച്ച് ഇതാണ്, എന്നാലും ഇപ്പൊ പണ്ടത്തിലും ബെറ്റർ ആയി വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ സാനിട്ടേ ഞാൻ പറയാം എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ഒടിയിട്ടിയടാ അങ്ങനത്തെ ഒടിയിട്ടിയടാ, അങ്ങനെ മോട്ടിവേറ്റ്. ഞാൻ ഷൂട്ടിന് വിളിക്കണ ടൈമായിരിക്കും സനടാ ഞാനിവിടെ പെട്ടിരിക്കണേടാ എനിക്കൊന്നും വരാൻ പറ്റൂല. അപ്പൊ ഞാൻ പറയും ആ കഥ നമുക്ക് പിന്നെ സംസാരിക്കാം, ആദ്യം ഷൂട്ടിനൊന്ന് ഷൂട്ട് എടുത്തിട്ട് പോവാ, എന്നിട്ട് നമുക്ക് എന്ത് വേണേലും സംസാരിക്കാം. കാരണം അത് ഇതിലേക്ക് എഫക്റ്റ് ആവാൻ പാടില്ല. നമ്മുടെ പാഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോണം. ഈ ഒടി വരലും പ്രശ്നം കിട്ടലൊക്കെ അതൊരു സൈഡ് ആയിട്ട് ഞാൻ ഇപ്പൊ എടുക്കാറുള്ളൂ. പണ്ടൊക്കെ ഞാൻ അത് ഭയങ്കര ഇതായിട്ട് എടുക്കുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താണെന്ന് കഴിഞ്ഞാൽ അത് സൈഡിലല്ലേ, അത് പോട്ടെ, ചെയ്യണ കാര്യം മുന്നോട്ടേക്ക് തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോവാന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഒരാൾ കറക്റ്റ് ആളെയാണ് ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മള് ഡൗൺ ആകുമ്പോ ഒന്ന് കയറ്റിയെടുക്കാൻ ആള് ഹെൽപ്പ് ചെയ്യും. പൊതുവെ ഈ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഇപ്പത്തെ കാലത്ത് അത് ബെസ്റ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടി സുഹൃത്തായിട്ട് വരുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ലൈഫിൽ? തിരിച്ചും അത് ശരിക്കും നല്ലതാണ്. കാരണം നമ്മക്കറിയില്ല ഇപ്പൊ ആണുങ്ങളെയൊക്കെ കൊറേ ഇപ്പൊ ഇവിടെ റിലേഷൻഷിപ്പിലാണെങ്കിലും അതിലാണെങ്കിലും കൊറേ സ്കാം ഒക്കെ നടക്കണുണ്ടല്ലോ. അപ്പൊ ആണുങ്ങളെങ്ങനെ തിങ്ക് ചെയ്യുന്നു? ഞാൻ ഭയങ്കര മാൻ ഹേറ്ററാണ്. എന്തോ എവിടെയോ നല്ല പണി കിട്ടിയ പോലെ തോന്നുന്നു. മാൻ ഹേറ്ററാണ്. പക്ഷേ ഇപ്പൊ പിന്നെ മനസ്സിലാവാൻ തുടങ്ങി, നല്ല എല്ലാരും ഒരേപോലെ അങ്ങനെയൊന്നല്ല. ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് നിങ്ങളെയൊന്നും വിശ്വാസമില്ല, ഞാൻ മൂട്ടോക്കി പറയൂ. നമ്മളില്ലേ ഒരു 2-3 റീൽസ് ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ടാണ് ഈ കാര്യം എന്റെ അടുത്ത് പറയണത്. എടാ എനിക്ക് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ മാൻ ഹേറ്റർ എന്ന്. അപ്പൊ ഞാനും ഇവൻ ക്യാമറമാൻ എഡിറ്റ് എല്ലാം ചെയ്യണം, അവനും അപ്പൊ നമ്മൾ ഇത്ര നാളെ ഇല്ലില്ല നിങ്ങള് കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലടാ ആരെയും വിശ്വസിക്കാൻ പാടില്ല നമ്മളിങ്ങനെ അയ്യോ മനസ്സിലായ കൊറേ അല്ല ഒരു വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ആണുങ്ങൾ എന്ന് പറയുമ്പോ കണ്ണിന് കാണുമ്പോ തന്നെ ആണുങ്ങള് ഞാൻ ഭയങ്കര എന്നിട്ട് സ്റ്റോറി സ്നാപ്പൊക്കെ ഇടുവായിരുന്നു ഭയങ്കര. മനസ്സിലായ ആണുങ്ങൾ ഇതാണ് പക്ഷേ എല്ലാ ആണുങ്ങളും ഒരേതല്ലാന്ന് മനസ്സിലായി. കൊറേ നല്ല ആണുങ്ങളുണ്ട് ഇപ്പൊ എന്റെ ലൈഫിൽ തന്നെ ഉണ്ട്, നല്ല ആണുങ്ങൾ എക്സിസ്റ്റ് ചെയ്യും. ഇവരൊക്കെ മനസ്സിലായി നല്ല ആണുങ്ങളും ഉണ്ട്.
എല്ലാരും ഒരേപോലെ അല്ല. ഇവര് തന്നെ പറയുമായിരുന്നു, എന്നാലും ഞാൻ വിശ്വസിക്കൂലായിരുന്നു. എല്ലാം കണക്കാ. ആണാണാ വിശ്വസിക്കാൻ പറ്റൂല. ആണാണോ നമുക്ക് വേണ്ട. ഓക്കെ, ഇവിടെ എന്തായിരുന്നു ഒരു പെൺസുഹൃത്ത് ലൈഫിൽ ഉണ്ടാവുന്നത് നിങ്ങൾ ആൺകുട്ടികൾക്ക് എങ്ങനെയാ? ഇല്ല, ഇപ്പോ സന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സിസ്റ്ററിനെ പോലെയാണ്. അതായത് ഞാൻ സനാട്ട പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്നും ടെക്സ്റ്റ് ചെയ്തിരിക്കണമെന്നില്ല. ഞാൻ സനാട്ട പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് പാതിരാത്രി ആണെങ്കിലും വിളിച്ചോ, ഞാൻ എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കാം. എപ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ വരാറില്ല. സീരിയസ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയും, ഈ ഒരു അല്ലറ ചില്ലറ കേസിനൊന്നും വിളിക്കണ്ട, എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോ, അത് വേണമെങ്കിൽ നമുക്ക് പരിഹരിച്ചെടുക്കാന്ന് പറയും. ആ ഒരു ഇതില് അങ്ങനെ വിളിക്കാറുണ്ട്. സന വിളിച്ച് പറയടാ അതുകൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലാണ്ട് ഡെയിലി നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് വിളിച്ച് അങ്ങനെ ഇരിക്കണ ആ ഒരു ഇതല്ല. ഷൂട്ട് ചെയ്യണ ദിവസങ്ങളിലാണ് എനിക്ക് മിക്ക ഷൂട്ട് ചെയ്യാൻ പോയ എല്ലാ ദിവസങ്ങളിലും എനിക്ക് എല്ലാ ഷൂട്ടിനും ഓരോ ഇമോഷൻ ആയിട്ടാ വരുന്നത്. കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ വരുമ്പോ പറയും, അപ്പൊ തന്നെ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ മറക്കും. നമ്മള് മറപ്പിക്കും. കാരണം ആ ഒരു ചിന്തയില് ഷൂട്ടിന് വന്നതിന് ഒന്നും നടക്കൂല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് നൈസായിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നെ ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ പ്രായം എത്രയാ? ഞാൻ 22. ഇപ്പൊ ഓൾറെഡി ഇപ്പത്തെ ജെൻസി കുട്ടികളുടെ ഒരു വൈബ് ഉണ്ടല്ലോ, പക്ഷെ വളരെ മെച്ചോർഡ് ആയിട്ട് സംസാരിക്കണ രണ്ടുപേരെ എനിക്ക് തോന്നുന്നത്. കാര്യം ഭയങ്കര സീരിയസ്ലി ഭയങ്കര മെച്ചോർഡ് ആയിട്ട് സംസാരിക്കണേ. അപ്പം നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ, എനിക്കിപ്പോ 27 വയസ്സായി, പക്ഷെ എനിക്ക് അപ്പൊ ഓൾറെഡി കറക്റ്റ് വൈബിൽ സംസാരിച്ചു പോകും. അപ്പൊ ചിലപ്പോഴേക്കും നമ്മളെ പോലെ തന്നെ ഇവർ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര മെച്ചൂർഡായി സംസാരിക്കണു. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ പ്രോബ്ലം ആയിരിക്കും നിങ്ങളും പറയുന്നുണ്ടാവാ. കുറെ വർഷം മുമ്പേ ചിന്തിച്ചു. ഞാൻ പറയട്ടെ, ഇപ്പത്തെ ജെൻസി പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത വൈബ് ഹൈലൈറ്റ് ആണ്. ശരിക്കും തന്ത വൈബ് റിയൽ ആണ്. നമ്മുടെ മാതാപിതാക്കള് പറയണ കാര്യങ്ങളൊക്കെ ശരിക്കും സത്യങ്ങളാണ്. അത് ഞാൻ ഈ തുടങ്ങിയ ടൈമോട്ട് എനിക്ക് മനസ്സിലായതാണ്. രാത്രി ലേറ്റ് ആയിട്ട് വീട്ടിൽ കയറുമ്പോഴോ അവരെപ്പോഴും പറയും, നിങ്ങൾക്കൊരു മക്കള് വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ടെൻഷൻ മനസ്സിലാവുള്ളൂ എന്ന് അങ്ങനെ പറയും. ഇപ്പൊ ഞാൻ സനാന്റെ വീട്ടിലേക്ക് പോയതാണെങ്കിലും ഇപ്പൊ സനയുടെ പാരന്റ്സ് സമ്മതിച്ചില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയാന്നൊക്കെ വിചാരിക്കും. പക്ഷെ നല്ല രീതിക്കാണ് പാരന്റ്സ് ഡീലാക്കിയത്. മോനെ വിശ്വസിച്ചിട്ട് വിടണുണ്ട്. ലൈക്ക് അത് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. വേറെ ആരും നമ്മുടെ കൂടെ ഇന്നില്ലെങ്കിലും നമ്മുടെ പാരന്റ്സ് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത് എന്ത് കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ പാരന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പത്തെ ജെൻസി ആ ഒരു കാറ്റഗറി അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അവരെന്താ ഇങ്ങനെ പറയണോ, എനിക്ക് ഇഷ്ടമുള്ള ടൈമിൽ വീട്ടിൽ കയറാം അങ്ങനെ അടക്കാം. പക്ഷെ അതെല്ലാം അവസാനിക്കുന്നത് ഒരു പ്രശ്നത്തിലേക്കായിരിക്കും. നമ്മുടെ വീട്ടുകാർ, ഞാൻ ഇപ്പോ ഇത് തുടങ്ങിയ പിന്നെ എന്റെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. കാരണം എനിക്കത് പേടിയാവും. ഇനി ഇവരത് പറഞ്ഞുകൊണ്ടിട്ടാണ് അങ്ങനെ ആയതെന്നുള്ളൊരു പേടിയാവും. ആ ഒരു കാരണത്തില് ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഫ്രണ്ട്സ് രാത്രി വിളിക്കുമ്പോഴും ഞാൻ പറയും, ഇല്ലടാ ഞാൻ 10 മണിക്ക് മുമ്പ് വീട്ടിൽ കയറി ഇതേ വാപ്പ വിളിച്ച്. അപ്പൊ അവര് പറയും, നീ എന്താണ് ഈ 10 മണിക്കൊക്കെ കയറണത്? കാരണം വാപ്പമാരും ഉമ്മമാരുമാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാര്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാല് നമ്മള് കരഞ്ഞിട്ട് കാര്യമുണ്ടാ? ഇല്ല. ഇപ്പത്തെ പിള്ളേർക്ക് ഭയങ്കര അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ്, നമ്മുടെ ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കും. പക്ഷെ അവരുള്ളിടത്തോളം കാലം ഇപ്പൊ സന ഇപ്പൊ ഓരോ ഉമ്മന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എന്തോ വീട്ടില് തല്ലുപിടിച്ചിട്ടാ വന്നത്. തല്ലുടിച്ചോണ്ടിരിക്കണേന്ന് അപ്പളാ ഇവൻ വീട്ടിൽ സംസാരിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഞാൻ ഉമ്മീനായിട്ട് ഇങ്ങനെ തല്ലുടിച്ചിരിക്കണേന്ന് ഞാൻ സനാന്റെ അടുത്ത് പറഞ്ഞു, അവര് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവരെല്ലാം പറയും. ചിലപ്പോ മാങ്ങേനെ ചക്കാന്ന് വരെ അവര് പറയും. അപ്പോഴും നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് നമ്മുടെ അടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്റെ വീട്ടുകാർക്ക് സനാന്റെ ചെന്നിട്ട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പറ്റൂലല്ലോ. അവർക്ക് അവരുടെ മക്കളോട് ഒരു ഇത് പറഞ്ഞ് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അറ്റ് ദി എൻഡ് വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ, വാപ്പയും അമ്മയും ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ഇതിലാണ് ഞാൻ നടക്കണത്. അല്ലാണ്ട് ഫ്രണ്ട്സ് അവരെ തലയിൽ വെച്ചിട്ടല്ല. ഏത് പ്രശ്നത്തിലായാലും നമ്മുടെ വീട്ടുകാർ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മ എന്താ പറയുക, കൂടുതൽ വീട്ടുകാരോട് നുണ പറയുമ്പോഴാണ് ഇവർ കൂടുതൽ റിസ്ട്രിക്റ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഒക്കെ എനിക്ക് പേടിയായിരുന്നു വീട്ടിൽ ഓരോന്നൊക്കെ പറയാൻ. പക്ഷെ എന്നെ ആദ്യം വിടൂലായിരുന്നു. എൻ്റെ വീട്ടിൽ ഇത്ര ചില്ലൊന്നും ആയിരുന്നില്ല. ഞാൻ +2 വരെ എനിക്ക് ഫോൺ വരെ ഉണ്ടായില്ല. ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടിയത്. അതുവരെ എന്നെ വീട്ടിൽ നിന്ന് വിടുന്നില്ലായിരുന്നു. ഭയങ്കര
പേടിയാണൊന്നുമില്ല, വേറൊന്നുമില്ല, വിശ്വാസക്കുറവല്ല, പേടി. ചുറ്റോട്ട് നടക്കണ കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ പിന്നെ ആൾക്കാരെന്ത് പറയും. പിന്നെ ഞാൻ ഓപ്പൺ ആയിട്ടല്ല, ഞാൻ ഇപ്പൊ എന്തുണ്ടെങ്കിലും ഫസ്റ്റ് ഇപ്പൊ ഇവിടെ വന്ന കാര്യമാണെങ്കിലും എല്ലാ വീഡിയോസ് ആണെങ്കിലും ഞാൻ എടുത്തത് എല്ലാം വീട്ടിൽ പറയും. അപ്പൊ അവർക്ക് തന്നെ നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാവും. നമ്മളെ എന്ത് കാര്യവും മറച്ചു വെക്കാണ്ട് നമ്മൾ ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഓക്കെ, ആ ഒരു കാര്യത്തിൽ അവർക്ക് ഹാപ്പി ആയിരിക്കും. നമ്മളിങ്ങനെ ഒളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോഴാണ് കൂടുതൽ ഈ അവർക്കൊരു നാട്ടുകാരൊക്കെ പറഞ്ഞ നമ്മ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞിറങ്ങി ഈ നാട്ടുകാർ പറയും നീ അവിടെ നിന്ന് കണ്ട് ഇവിടെ നിന്ന് കണ്ട്. അപ്പോഴാണ് അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും. ഇത്ര ഇതായിട്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോ കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ എന്തുണ്ടെങ്കിലും വീട്ടിൽ പറയും, എല്ലാ കാര്യവും വീട്ടിൽ പറയും. ഞാനിപ്പോ എൻ്റെ കൂടെ കുറച്ച് ഗേൾസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ സനയുടെ വീട്ടിൽ ചെന്ന് പാരന്റ്സിനായിട്ട് സംസാരിക്കാൻ കാരണം സനയുടെ പാരന്റ്സ് സനാനെ വിശ്വസിച്ചിട്ടോ എന്നെ വിശ്വസിച്ചിട്ടോ ആണ് വിടണത്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് എൻ്റെ നമ്പർ ഞാൻ കൊടുത്ത് ഉമ്മ എപ്പോണേലും വിളിച്ചോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, സന എൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും എല്ലാ കാര്യത്തിലും എന്ന് അവർക്കൊരു ട്രസ്റ്റ് കാര്യം നമ്മൾ വരുത്തണം. ആദ്യം ഞാൻ പോയപ്പോ ഉമ്മയും ബാപ്പയും വിചാരിച്ചത് ഇവളെ അഭിനയിക്കാൻ പോണെന്ന് പറഞ്ഞ് പോകും, നമുക്കറിയില്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, സന എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആ ഒരു ഇതില് ഇപ്പൊ വരുമ്പോ തന്നെ ഞാൻ ഉമ്മാനെ വിളിച്ചു, ഉമ്മ സനാൻ ഇന്റർവ്യൂക്ക് കൊണ്ടുപോകണേണ്, അപ്പോ സേഫ് ആണ്, തിരിച്ചു വീട്ടിലെത്തിച്ചോളാന്ന് പറഞ്ഞപ്പോ ആ മോനെ അത് കേട്ടാ മതി. ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇതില് അങ്ങനെ ഇതായി. കള്ളം പറഞ്ഞിട്ട് ഇനി ആ വഴിക്ക് വേറെ സ്ഥലത്തേക്ക് പോയി ഇങ്ങനെയൊക്കെ ആയി, അത് വേറെ പണിയാവും. ഉള്ളതുപോലെ പറഞ്ഞു ഹാപ്പി ലൈഫ് പകുതി പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. അതെ, എല്ലാം സോൾവ് ചെയ്യാം. നിങ്ങളിപ്പോ 22 വയസ്സ് 19 വയസ്സ് ഈ വയസ്സിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളെ പോലെയാണ് സംസാരിക്കണേ. ഏറ്റവും കൂടുതൽ പഠിച്ചൊരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും ലൈഫില്? ആരെയും ഒറ്റടിക്ക് വിശ്വസിക്കരുത്. എല്ലാവർക്കും ഇതാണല്ലോ, അത് ഒരു ഏജിന്റെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പണി കിട്ടുമല്ലോ. ഓവറായിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ഓവറായിട്ട് കെയർ ചെയ്ത് കൊണ്ടെടുക്കണ ആൾക്കാരെ ആയിരിക്കും ഏറ്റവും വലിയ പണി കിട്ടണത്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാവരായിട്ടും ഭയങ്കര ഇതാവും, ഭയങ്കര കണക്റ്റഡ് ആവും, അങ്ങനത്തെ ഇതാണ്. പക്ഷെ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ളവര് തന്നെയാണ് ലാസ്റ്റ് അപ്പൊ ശരി ബൈ പോണത്. നമ്മ അവരത്രയും കൊണ്ടടക്കുമായിരിക്കും, പക്ഷെ അവർക്ക് ചിലപ്പോ നമ്മ ആയിരിക്കൂല പ്രയോറിറ്റി, വേറെ ആൾക്കാരായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ ആരെയും നമ്മളൊന്നും നോക്കാണ്ട് വീട്ടുകാരെ സ്നേഹിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ നമ്മുടെ ലൈഫ് സക്സസ് ആണ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ നമ്മുടെ കുറച്ച് ബ്രദേഴ്സ് ഉണ്ടാവില്ല, ഇപ്പൊ എന്റെ ബ്രദേഴ്സ്, പിന്നെ നമുക്കൊരു ഫാമിലി ബിസിനസ് ഉണ്ട്, ഷോപ്പ് ഉണ്ട്, ഷോപ്പിത്ത നമ്മുടെ ബ്രദേഴ്സ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യണത്. ഇല്ലില്ല, അത് നമ്മൾ ചെയ്യണതാണ്, നമ്മള് വൈറൽ മാർക്കറ്റിംഗ് ഇത് ചെയ്യണതാണ്. നമുക്ക് വാപ്പാടെ ബിസിനസ് ഉണ്ട്, ചെരിപ്പാട് ഉണ്ട്, തോമ്പടി മറാസ് ഷൂസ് എന്നാണ്. അവിടുത്തെ ഇക്കാക്കന്മാരുണ്ട്, ഫാസിൽ, ഷാനു, അങ്ങനെ കുറെ പേര്, അപ്പു എന്നൊക്കെ പറഞ്ഞിട്ട്. അവരൊക്കെ നമ്മളെ ഭയങ്കര എടാ നിന്റെ വീഡിയോ ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്, എല്ലാം എന്തുണ്ടെങ്കിലും ഭയങ്കര സ്റ്റോറി ഇടില്ല, അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര. പിന്നെ ഏറ്റവും ഇന്നേ വരെ എന്റെ കൂടെ നിന്നേക്കണ എന്റെ അസർ, പിന്നെ ഫറസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അമാനാണ് ക്യാമറ അടിച്ചെല്ലാം. ആലുവയിലാണ് വീട്, ഞാൻ ചുള്ളിക്കല്ലാണ്. എപ്പ വിളിച്ചാലും അപ്പൊ തന്നെ മെട്രോ കയറി നേരെ വീട്ടിലെത്തും, എന്ത് പരിപാടിക്കും. അതാ പറഞ്ഞ നമ്മുടെ ഒരു പാഷൻ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളും വേണം. അതെ, എന്റെ കോളേജ് ലൈഫ് തൊട്ടുണ്ട് അസറും ഫറസും. ഫറസ് കുറച്ച് പഴയ ഇതോട്ടുണ്ട്, ചെറുപ്പം തൊട്ടേ ഉണ്ട്. പിന്നെ കോളേജ് ലൈഫ് തൊട്ട് അസറായി. പിന്നെ ആ 3 വർഷം എന്ന് പറയുന്ന ഒരു 10 വർഷത്തെ ബന്ധം പോലെ. എപ്പോഴും ഞാൻ അസറിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും, അസറിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും, ആ ഒരു കണക്ഷനായി. നമ്മ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. പിന്നെ അല്ലാതെ പോയി കമ്പനി ആവണ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവർ രണ്ടുപേരും എന്റെ അടുത്ത് പറയും, ഇതവനെന്തോ, ഞാൻ ഇവരെ കൂട്ടാണ്ട് പോവും, അപ്പൊ ഇവനെന്തോ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരാനുള്ള വഴിയാണെന്ന് പറയും. അത് കറക്റ്റ് അതേപോലെ തന്നെയും സംഭവിക്കാറുണ്ട്. ഇത്രയും വിഷനുള്ള ഒരാളാണല്ലോ, ഇപ്പൊ സംസാരിക്കുമ്പോ പോലെ തന്നെ ഇനി എന്ത് ചെയ്യണം, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ധാരണയുള്ള, ക്ലാരിറ്റി ഉള്ള ഒരാളാണ്. ഇനി എന്താണ് കരിയറിൽ അല്ലെങ്കിൽ പാഷനിൽ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഒരു ഭാവി പ്ലാൻസ്, ഒരു ഡ്രീം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഹാപ്പി ആയിട്ടിരുന്നാ മതി എനിക്ക്. ആക്ച്വലി BBA കഴിഞ്ഞ് MBA നോക്കും. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യണതായതുകൊണ്ടിട്ട് ഓരോ ദിവസം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. പിന്നെ ഇടക്ക് മടി പിടിച്ചു പോകും. അപ്പൊ ഇവൻ തന്നെ വിളിക്കും, എടാ അടുത്ത വീഡിയോ എടുക്കണ്ടേ, നാളെ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ സനയും വിളിക്കും, എടാ നാളത്തെ വീഡിയോ എന്തായി വിളിച്ചില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതില് പോയിക്കൊണ്ടിരിക്കണ്, എവിടെ എത്തൂന്ന് അതെ, ആ ഫ്ലോയില് പോയിക്കൊണ്ടിരിക്കണം. സോ നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ പ്രയത്നം അതിന് പുറകെ ഉണ്ട്, വെറുതെ അല്ല.
പക്ഷെ ഇനിയും കോണ്ടന്റ് വീഡിയോസ് ചെയ്യുക, പുതിയ പുതിയ ട്രൈ ചെയ്യുക, വ്ളോഗ്സ് തുടങ്ങുക. ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. സോ എല്ലാവിധ ആശംസകളും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ. അപ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.